പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചു. ഫെബ്രുവരി 28 ശനിയാഴ്ച രാത്രി പൂയം നക്ഷത്രത്തിൽ കൊടിയേറ്റ് നടക്കും. 9ാം ഉത്സവ ദിവസമായ മാർച്ച് 8 രാത്രിയിലാണ് പള്ളിവേട്ട. മാർച്ച് 9 തിങ്കളാഴ്ച രാത്രിയാണ് ശ്രീ ഗുരുവായൂരപ്പന്റെ ആറാട്ട്. ഉത്സവ ദിനങ്ങളിൽ ഭക്തർക്ക് ദർശനത്തിനും പ്രസാദഊട്ട്, പകർച്ച എന്നിവ നൽകുന്നതിനും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ തലത്തിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിശേഷാൽ കലാപരിപാടികളും വാദ്യവിശേഷങ്ങളും ഉത്സവത്തിന് പൊലിമയേറ്റും. ഉത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങായ ആനയോട്ടം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കും. നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത ബാലു, കൃഷ്ണനാരായണൻ, രവികൃഷ്ണൻ എന്നീ 3 ആനകൾ മുൻനിരയിൽ അണിനിരക്കും. ഗോപികൃഷ്ണൻ, സിദ്ധാർത്ഥൻ എന്നീ ആനകൾ കരുതലാകും. ആനയോട്ട ചടങ്ങിൽ ഇന്ദ്രസൻ, രവികൃഷ്ണൻ, കൃഷ്ണനാരായണൻ, ഗോപികൃഷ്ണൻ, സിദ്ധാർത്ഥൻ, വലിയ വിഷ്ണു, ബാലു, ദാമോദർദാസ്, ഗജേന്ദ്ര, അക്ഷയ് കൃഷ്ണൻ എന്നീ ദേവസ്വം കൊമ്പന്മാർ പങ്കെടുക്കും. ആനയും ജനങ്ങളും തമ്മിൽ സുരക്ഷിതമായ അകലം പാലിച്ചാവും ആനയോട്ടം നടക്കുക. ചടങ്ങുകൾക്കും പ്രസാദഊട്ട്, കലാപരിപാടികൾ എന്നിവയ്ക്കുമായി 3,56,95,000 രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഉത്സവത്തിന്റെ 4ാം ദിവസമായ മാർച്ച് 3-ന് ഉച്ചയ്ക്ക് ശേഷം ചന്ദ്രഗ്രഹണമാകയാൽ ക്ഷേത്ര ചടങ്ങിന് മാറ്റമുണ്ടാകും. വൈകിട്ട് 6-ന് ക്ഷേത്രനട അടച്ച് ഗ്രഹണശേഷം 7:15-ന് തുറക്കും. അന്നേ ദിവസം അത്താഴപൂജ നിവേദ്യങ്ങളായ അപ്പം, അട, അവിൽ എന്നിവ ഷീട്ടാക്കുന്നതല്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള പകർച്ച, രാത്രിയിലെ പ്രസാദഊട്ട് എന്നിവയും ഉണ്ടാകില്ല. രാത്രി കൊടിയേറ്റത്തെ തുടർന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം നടക്കും. കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ കലാകാരന്മാർ എത്തും. പ്രശസ്ത ഗായിക KS ചിത്ര, സംഗീതജ്ഞരായ യുവകലാഭാരതി ബാംഗ്ലൂർ G രവികിരൺ, ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യൻ, ചലച്ചിത്രതാരം ആശാ ശരത്, വയലിൻ വിസ്മയം ഗംഗാ ശശിധരൻ തുടങ്ങിയവർ കലാവിരുന്നൊരുക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 5 മുതൽ 6 വരെ കേരളത്തിന്റെ തനത് അനുഷ്ഠാന കലകൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള വേദിയിൽ അരങ്ങേറും. ഡോക്ടർ വി കെ വിജയൻ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.